നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2014 ജൂലൈ മാണ്ടിൽ വിദേശ നിക്ഷേപമുള്ള അഥവാ വിദേശ നിക്ഷേപത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പുതിയതായിട്ടുള്ള ചില കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം സുഹൃത്തുക്കൾ മുഖാന്തിരമോ അഥവാ ബന്ധുക്കൾ മുഖാന്തിരമോ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അതേപോലെ തന്നെ പണം മുതൽ മുടക്കിൽ നിന്നും പിന്മാറി പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് അതിൽ ലാഭശതമാനം വർദ്ധിക്കുന്ന വിധത്തിലുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുകയായിരിക്കും നന്നാവുക. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സാമ്പത്തിക വിഷയത്തിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സാഹസപ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. കഫ നീർദോഷ രോഗപീഠകളാൽ പലപ്പോഴും അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടോ ഔദ്യോഗികമായിട്ടുള്ള ദൂരയാത്രകളോ മാറ്റിവെക്കുവാനും സാധ്യതയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷിച്ച നേട്ടം, ഫലം എന്നിവ കുറവായതിനാൽ ഒരുപക്ഷെ മാനസികമായിട്ട് വ്യഥകൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ മാസത്തിൻ്റെ പകുതി മുതൽ ആത്മീയ ചിന്തകളാലും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴിയും ആത്മവിശ്വാസം ആർജിക്കുവാനും ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ മാനസികമായി തയ്യാറാകുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനം ഉണ്ടാകും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകുവാനിടയുണ്ട്. എന്നാൽ ഉദ്യോഗ അനുമതിയോടുകൂടിയതായിട്ടുള്ള വിദേശയാത്രയ്ക്ക് പുറപ്പെടാവുന്നതും ആണ്. കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശീലനം തുടങ്ങി വയ്ക്കുവാനിടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അറിവുള്ള കാര്യങ്ങളാണെങ്കിലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി മനോവിഷമം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. അഥവാ ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഫലം, അനുഭവം എന്നിവ കുറവാകുന്നത് വഴി വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനോ വഴിപാടുകൾ നേരുവാനോ ഈ മാസത്തിൽ സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ 2014 ആണ്ടിലെ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.